NDA സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ റിപ്പോർട്ടറൊപ്പം ഉണ്ട്. കൃഷ്ണകുമാരേട്ടാ, ഇന്നറിയാം. അതെ, ഉച്ചയ്ക്ക് മുമ്പായിട്ട് മുഴുവൻ ഫലങ്ങൾ അറിയാൻ പറ്റുന്ന കരുതുന്നത്. ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മാറ്റമൊന്നുമില്ല. ഞങ്ങൾ ഇത്തവണ പാലക്കാട് വിജയിക്കും. ആ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ല. ആത്മവിശ്വാസം എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു ഉറപ്പ് എന്നതിലേക്ക് എത്തി. ഉറപ്പാണല്ലോ. ആത്മവിശ്വാസം നൽകുന്നതാണല്ലോ ഉറപ്പ്. അതിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ആ നിലയിൽ തന്നെയായിരിക്കുമോ കാര്യം? പോളിങ്ങിൽ ഒരു 5000-ഓളം വോട്ടിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ 5000 പ്ലസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അടിയൊഴുക്കുകൾ പിന്നെ കോൺഗ്രസിനകത്തുള്ള ഞങ്ങൾക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഇതെല്ലാം ഞങ്ങൾ അഡീഷണലായിട്ട് പ്രതീക്ഷിക്കുന്നത്. അതുകൂടി അതിൻ്റെ എത്രത്തോളം അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ വന്നാൽ അത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ അഞ്ചക്കത്തിലെത്തും. ഇപ്പോൾ മറ്റ് സ്ഥാനാർത്ഥികളൊക്കെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ നെഞ്ചെടുപ്പ് കൂടുന്നു കരുതിയിട്ടാണ് ഇന്നിപ്പോൾ അവിടെ പോകുന്നത്? അല്ലല്ല, ഞാൻ സാധാരണ തെരഞ്ഞെടുപ്പുകൾക്ക് കൗണ്ടിങ്ങിന് പോകാറില്ല. അത് പതിവാണ് എൻ്റെ. ഞാൻ പാർട്ടി ഓഫീസിലാണ് ഇരിക്കാറുള്ളത്. ഫലം വരുന്ന സമയത്താണ് പോകാറുള്ളത്. ഇത്തവണ തന്നെ. എത്രാമത്തെ റൗണ്ടിലെത്തുമ്പോൾ ഒരു കോൺഫിഡൻസ്, ഫുൾ ഓഫ് കോൺഫിഡൻസ്? അല്ല, പാലക്കാട് നഗരം എണ്ണിക്കഴിയുന്ന സമയത്ത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു പിക്ചർ, മുനിസിപ്പാലിറ്റി എണ്ണിക്കഴിയുന്ന സമയത്ത് 8ാമത്തെ റൗണ്ടോടുകൂടി ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പിക്ചർ ലഭിക്കും. 8 റൗണ്ട് കഴിയുമ്പോഴേക്കും ഏകദേശ ചിത്രം നമുക്ക് വ്യക്തമാവും. എങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്കെന്നുള്ള മനസ്സിലാവും. അതെ, എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ചിത്രം വ്യക്തമാവും. കാരണം ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ വരുന്നത് 55ാം ബൂത്തിന് ശേഷമാണ്. അപ്പോൾ 6ാമത്തെ റൗണ്ടിലാണ്. 6ാമത്തെയും 7ാമത്തെയും റൗണ്ടുകളിലാണ് ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങൾ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ബൂത്തുകൾ അവിടെയാണ്. സ്വാഭാവികമായിട്ടും അത് കഴിയണം. അപ്പോൾ 7ാമത്തെ റൗണ്ട് കഴിയണം. അപ്പോൾ നഗരസഭാ പരിധി 8ാമത്തെ റൗണ്ടോടുകൂടി നഗരസഭാ പരിധി കഴിയുമല്ലോ. ഇത്തവണ പിരായിരി പിടിക്കും. ഇത്തവണ പ്രായരിയിൽ ഞങ്ങൾ 2ാം സ്ഥാനത്തെത്തും. ഞങ്ങൾ പ്രായരിയിൽ കഴിഞ്ഞ തവണ UDFന് ലഭിച്ച ഭൂരിപക്ഷം തവണ പ്രായരിയിൽ UDFന് ലഭിക്കില്ല. ഇനിയിപ്പം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പ്രഥമ പരിഗണന എന്തിനാണ്? 3 പഞ്ചായത്തുകളിലെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അവിടെ കുടിവെള്ളം ഇല്ല. ഇനി പാലക്കാട് രൂക്ഷമായിട്ടുള്ള വേനലാണ്. ജനുവരി മാസം തൊട്ട് രൂക്ഷമായിട്ടുള്ള വേനൽ, ഏപ്രിൽ മെയ് മാസങ്ങളിൽ അതികഠിനമായിരിക്കും. അപ്പോൾ ആ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് ശുദ്ധമായിട്ട് ഒരുപാട് പാതി വഴിയിൽ നിൽക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അത് പൂർത്തീകരിക്കുക. ശ്രീധരൻ സാർ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹം തോടൊപ്പം നിന്ന് ആ മാസ്റ്റർ പ്ലാൻ പാലക്കാട് നടപ്പാക്കാനുള്ള നടപടികൾ ആരംഭിക്കുക. അതെ, ഒറ്റ കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം. നേരത്തെ ശ്രീധരൻ സാർ ഇവിടെ മത്സരിക്കാൻ വന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ള നിലയിലൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. MLA ഓഫീസ് എവിടെയായിരിക്കും? ഞങ്ങൾക്ക് നല്ല ജില്ലാ ഓഫീസ് ഉണ്ടല്ലോ, അതിമനോഹരമായിട്ടുള്ള 2 രാഷ്ട്രീയ പാർട്ടികളെക്കാളും ഏറ്റവും അതിമനോഹരമായിട്ടുള്ള ഒരു ജില്ലാ ഓഫീസ്, എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയുള്ള ജില്ലാ ഓഫീസുണ്ട്. പിന്നെ സംഘടനയാണ് നിശ്ചയിക്കുന്നത്. സംഘടന പറയുന്നതനുസരിച്ചിട്ട് ആ കാര്യങ്ങൾ പാർട്ടിയാണ് നിശ്ചയിക്കുക. അപ്പോൾ ഇനി എന്നെ സംബന്ധിച്ചോളം ഞാൻ നഗരസഭാ കൗൺസിലറായിരുന്ന സമയത്തും എല്ലാം എൻ്റെ വീട് തന്നെ ഒരു ഓഫീസാണ്. ഏത് സമയത്തും കാലത്ത് 5:30-6 മണി തൊട്ടിട്ട് ആളുകൾ വരാറുള്ളതാണ്. രാത്രി വൈകിയാൽ ആളുകൾ കടന്നു വരാറുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ വീട് തന്നെ ഒരു ഓഫീസായി മാറും. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ പബ്ലിക്കിന് ഞാനിപ്പോൾ ഒരു ജനപ്രതിനിധി അല്ല ഈ നിമിഷം വരെ. അപ്പോഴും 20 തൊട്ടിട്ട് ആ സമയത്തും എന്നെ കാണാൻ ധാരാളം ആളുകൾ വരാറുണ്ട്. കാലത്ത് നേരത്തെ വരാറുണ്ട്, രാത്രി വൈകി വരാറുണ്ട്, ഉച്ച സമയത്ത് വരാറുണ്ട്. അവരെ സംബന്ധിച്ചോളം എൻ്റെ വീട്ടിലേക്ക് കടന്ന് വന്ന് എന്നോടൊരു കാര്യം പറയാൻ അവർക്ക് ആരുടെയും ഇൻട്രഡക്ഷൻ ആവശ്യമില്ല, ആരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല പാലക്കാട്ടുകാർക്ക്. അത് ഗേറ്റുണ്ടോ എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വേണ്ടത് വോട്ടെണ്ണൽ എന്നുള്ള നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങളിലേക്ക് കടന്നു കഴിയുമ്പോൾ കൃത്യമായ ഒരു ധാരണയിലേക്ക് നമുക്ക് എത്താനും സാധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ആമ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ട്.